ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലല്ലലല ഫാമിലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്തലിൻ്റെയോ തേനീച്ചയുടെയോ കുത്തേറ്റവരായിരിക്കും. കഠിനമായ നീറ്റലും വേദനയും ഒപ്പം ആ ഭാഗം തടിച്ചു വീർക്കുന്നതുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. പെട്ടെന്ന് കടന്തൽ കുത്തേറ്റാൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് വീട്ടിൽ വച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് 2 ദിവസം മുന്നേ കടന്തൽ കുത്തേറ്റിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോയും റിസൾട്ട് കിട്ടിയതിന് ശേഷമുള്ള ഫോട്ടോയുമാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു. സ്ക്രീനിലെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എനിക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടിയെന്നുള്ളത്. നമ്മുടെ അടുക്കളയിലുള്ള മഞ്ഞളും ഫ്രീസറിലുള്ള ഐസും ഉപയോഗിച്ച് ഈ വേദനയും വീക്കവും എങ്ങനെ പെട്ടെന്ന് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. കടന്നലോ തേനീച്ചയോ കുത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഗത്ത് അവയുടെ വിഷമുള്ള തറച്ചിരിപ്പുണ്ടോ എന്ന് നോക്കുകയാണ്. ഉണ്ടെങ്കിൽ ആദ്യം അത് നീക്കം ചെയ്യുക. ഒരിക്കലും കൈകൊണ്ട് അമർത്തി പിഴിഞ്ഞെടുക്കരുത്. അത് വിഷം കൂടുതൽ പകരാൻ കാരണമാകും. ഒരു കാർഡോ മറ്റെന്തെങ്കിലും വസ്തുവോ ഉപയോഗിച്ച് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. എന്നിട്ട് ഒരു കോട്ടൺ തുണിയിലോ കർച്ചീഫിലോ കുറച്ച് ഐസ് ക്യൂബുകൾ പൊതിഞ്ഞ് കുത്തേറ്റ ഭാഗത്ത് വയ്ക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇങ്ങനെ ഐസ് വെച്ച് കൊടുക്കണം. മാത്രവുമല്ല ദിവസത്തിൽ 4-5 പ്രാവശ്യമെങ്കിലും ചെയ്യുകയും വേണം. ഇത് വേദന പെട്ടെന്ന് കുറയ്ക്കാനും നീര് വരാതിരിക്കാനും സഹായിക്കും. നേരിട്ട് ഐസ് ചർമ്മത്തിൽ വയ്ക്കരുത്. തുണിയിൽ പൊതിഞ്ഞു വേണം വയ്ക്കാൻ. ഐസ് വച്ചതിനു ശേഷം ഒരു ചെറിയ പാത്രത്തിൽ അല്പം ശുദ്ധമായ മഞ്ഞൾപ്പൊടി എടുക്കുക. അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ചാലിച്ച് കുത്തിയ ഭാഗത്ത് നന്നായി പുരട്ടി കൊടുക്കുക. മഞ്ഞളിലുള്ള ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വിഷാംശം കുറയ്ക്കാനും അണുബാധ ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. ഇത് രണ്ടും ചെയ്തപ്പോൾ എൻ്റെ നീരും വേദനയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഭേദമായി. എന്നെ കടന്തൽ കുത്തി പിറ്റേ ദിവസമാണ് ഞാനിത് ചെയ്തു നോക്കിയത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സാധാരണ ലക്ഷണങ്ങൾക്കുള്ള പ്രഥമ ശുശ്രൂഷ മാത്രമാണ്. കടന്തൽ കുത്തേറ്റ വ്യക്തിക്ക് അമിതമായ ശ്വാസമുട്ടൽ, തലകറക്കം, ശരീരം തടിച്ചു വരിക, ബോധക്ഷയം എന്നീ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഒട്ടും സമയം കളയാതെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കുക. പിന്നെ എനിക്ക് ഫലപ്രദമായി എന്ന് തോന്നുന്ന വീഡിയോ മാത്രമേ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.